നടന്നിരിക്കുന്നു. ഇനി എട്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ എത്തിയാൽ നോക്കൂ, കണക്കുകൾ പ്രകാരം പാലക്കാട് 3500 വോട്ടുകളുടെ ലീഡാണ്. അത് കണക്കിൽ നമുക്ക് 4980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 4980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ 4980 വോട്ടിന്റെ ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 5000ത്തിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സൈഡ് എഫക്ട് ഇല്ല. രാഹുൽ ലീഡ് 5000ത്തിലേക്ക് കടക്കുന്നു. 4980. അപ്പുറത്ത് ചേലക്കരയിൽ 10010 വോട്ടിന്റെ മുന്നേറ്റമാണ് എട്ടാം റൗണ്ട് തീരുമ്പോൾ. അതായത് UDF ലീഡ് 4980, കഷ്ടിച്ച് 20 വോട്ടിന്റെ വ്യത്യാസം മാത്രം 5000 വോട്ടിന്റെ ലീഡിലേക്ക്. ഇനി തുടങ്ങിയിട്ടില്ല. കോട്ടമൈതാനം മുതൽ അല്ലെ, വിക്ടോറിയ കോളേജ് മുതൽ കോട്ടമൈതാനം വരെ പലരും ഓടുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണുക. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുതിപ്പാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് കൈപിടിച്ചുയരുകയാണ്. താമര വിരിഞ്ഞിരുന്ന എല്ലാ ഇടങ്ങളിലും കൈകൾക്ക് ശക്തി പകരുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. താമരയെ പോറ്റിയവർ കൈപിടിക്കുന്ന കാഴ്ച കാണുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ, കോട്ടകൊത്തളങ്ങളെല്ലാം ഇടിഞ്ഞു. ഇതിന് പലരും മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും പലരും മറുപടി പറയേണ്ടി വരും. ആ കണക്കുകൾ പ്രേക്ഷകർക്ക് കാണാം. ലീഡ് 5000ത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലീഡ് 5000ത്തിലേക്ക് എത്തുന്നു. BJPക്ക് ഒപ്പമുണ്ടെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അവസാന നിമിഷത്തിൽ ട്രാക്ടറിൽ കയറിയിരുന്ന ഒരു നേതാവിലേക്കും ഇതെത്താൻ സാധ്യതയുണ്ട്. നോക്കൂ, ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. BJPയുടെ പരാജയത്തിന് പലരും മറുപടി നൽകേണ്ടി വരും എന്നുള്ളതാണ്. രാഹുൽ 5000ത്തിലേക്ക് ലീഡ്. ഇനി മുനിസിപ്പാലിറ്റിയിലെ ലീഡ് 4000 കടന്നു എന്നുള്ളതാണ് കണക്ക്. രാഹുലും മുനിസിപ്പാലിറ്റിയിലെ ലീഡ് 4000 ഉണ്ടോ? അത് നോക്കണം. അങ്ങനെ ഒരു കണക്കുണ്ട്. മുനിസിപ്പാലിറ്റിയിലെ ലീഡ് 4000 കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 14 ബൂത്തിൽ 7 ബൂത്തേ ഉള്ളൂ. ബാക്കി 7 ബൂത്ത് പിരായിരിയാണ്. 4000 കടന്നു. 4000. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ 4000ത്തിന്റെ ലീഡ് എന്ന് പറഞ്ഞാൽ BJPയുടെ അടിത്തറ ഇളക്കിക്കൊണ്ട് അവിടെ UDF മുന്നേറ്റം എന്നുള്ളത് തന്നെയാണ്. BJPയുടെ അടിത്തറ ഇളക്കിയിരിക്കുന്നു അവിടെ UDF എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം പാർലമെന്റും വലിയ കാര്യമല്ലേ. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ ലീഡ് എത്രേന്റെ ലീഡാ? 3600 വോട്ടിന്റെ ലീഡ് അല്ലേ? പാലക്കാടിന്റെ ചരിത്രത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. നോക്കൂ, ലീഡ് 10000 കളയുന്നു. 2016 17,000ത്തിന്റെ നോക്കൂ, ഇനി മത്സരം വരാൻ പോകുന്നത് UR പ്രദീപും ചേലക്കരയിലെ ഭൂരിപക്ഷമാണോ കൂടുക, അതല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ഭൂരിപക്ഷമാണോ കൂടുക എന്നതാണ് കൗതുകകരമായ കളി. അപ്പൊ ഇനി കളിയെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായിട്ട് സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തിയിരിക്കുന്നു. UR പ്രദീപ്, പാലക്കാട് UDF, വയനാട്. പക്ഷേ ചേലക്കരയും പാലക്കാടും തമ്മിൽ പ്രചാരണത്തിൽ ഒരു കമ്പാരിസണും ഇല്ല എന്നുള്ളതാണ്. പാലക്കാട് എന്താണ് സംഭവിച്ചതെന്ന് കേരളം കണ്ടതാണ്. പ്രചാരണത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു രീതിയിലേക്ക് ഇരു മുന്നണികളും വരുന്നത്, കോൺഗ്രസിനെതിരെ വരുന്നത് നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായ ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ആ ആക്രമണത്തിലാണ് ഇപ്പോൾ രാഹുൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 4980 വോട്ടുകൾക്ക് മുന്നേറ്റം എന്ന് പറയുമ്പോൾ, മുനിസിപ്പാലിറ്റിയിൽ ലീഡ് എന്ന് പറയുമ്പോൾ ചരിത്രത്തിലാദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ UDF മുനിസിപ്പാലിറ്റിയിലേക്ക് കയറിയിരിക്കുന്നു.